ഹായ് ഡിയർ ഫ്രണ്ട്സ്, ക്യൂട്ട് കിച്ചൺ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കുറച്ച് ചിക്കൻ ഉണ്ട്. ഇതൊരു 3/4 കിലോ ചിക്കൻ വരും. ആ ചിക്കൻ കൊണ്ട് നമുക്കൊരു ഐറ്റം ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ അതിന് വേണ്ടി ഒരു മീഡിയം സൈസ് സവാള വെച്ചിട്ടുണ്ട്, ഒരു കഷ്ണം ഇഞ്ചി, ഒരു 3-4 പച്ചമുളകുണ്ട്. ഇത് ഗരം മസാല ഞങ്ങൾ പൊടിച്ച് വെച്ചിരിക്കുകയാണ്. ഗരം മസാല, കുറച്ച് കുരുമുളകുണ്ട്. ഇനി ബാക്കി സാധനങ്ങൾ വരും, നമുക്ക് കാണാം. ഈ എടുത്ത് വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് നന്നായിട്ട് കഴുകി റെഡിയാക്കി വെച്ചിരിക്കുന്നതാണ്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പിട്ട്, ഉപ്പ് നോക്കണം, നോക്കിയിട്ട് വേണം ഇടാനായിട്ട്. ഞാനിപ്പോൾ 1/2 ടീസ്പൂൺ ഇട്ടതാണ്. പോരെങ്കിൽ പിന്നെ ഇടാം നമുക്ക്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു. ഇനി നമുക്ക് ഇതൊന്ന് കൈകൊണ്ട് നന്നായിട്ടൊന്ന് പീച്ച് റെഡിയാക്കാം. എടുത്തു വെച്ച കുരുമുളകിൽ നിന്ന് കുറച്ച് ഞാൻ പൊടിച്ചതാണ്, അത് ഇതിലിട്ടിട്ടുണ്ട്. ഏകദേശം ഒരു 1/4 ടീസ്പൂൺ കാണും. നന്നായിട്ട് നമുക്കിതൊന്ന് എല്ലാം കൂടെ പീച്ച് പിടിപ്പിക്കാം. ഇഞ്ചട്ടി അടുപ്പത്ത് വെച്ചിരിക്കുകയാണ്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ, ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്, അവനേന് ഉപയോഗിക്കുന്ന എണ്ണ. ഇതൊരു 1.5 ടീസ്പൂൺ എണ്ണേ വരുള്ളൂ, അത്രേ ഒഴിച്ചിട്ടുള്ളൂ. ഇനി നമുക്കിതിലേക്ക് നമ്മൾ കാണിച്ചിരുന്നല്ലോ, സവാള, പച്ചമുളക്, ഇഞ്ചി എല്ലാം കാണിച്ചിരുന്നല്ലോ, അത് ഇട്ടിടുകയാണ്. എല്ലാം കൂടെ ഒന്ന് മിക്സിയുടെ ജാറിനകത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചതേ ഉള്ളൂ. നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തു. ഒന്ന് വാടി വേണം. ഇതിലേക്ക് നമുക്ക് ഒരു അല്പം സാജീരകം എന്ന് വെച്ചാൽ അറിയാമല്ലോ, നമ്മൾ കേക്കിനൊക്കെ ഇടുന്നതാണ് സാജീരകം. ഉണ്ടോ, ഇതാണ് സാജീരകം. ഇത് ഞാനൊരു 1/4 ടീസ്പൂണോളം ഇട്ട് കൊടുത്തു. നല്ല വാസനയായിരുന്നു. ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിലിടാം. ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി, നിർബന്ധമൊന്നുമില്ല. അതിടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് വരും. ഇനി നമുക്ക് ഇതിലേക്ക് ചിക്കൻ, മല്ലിപ്പൊടി, മുളക് പൊടി ആദ്യം ഇടാം. നല്ലതാക്കിട്ട് മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ടു. ഇനി നമുക്കതിലേക്ക് ഒരു 3/4 ടേബിൾ സ്പൂൺ മുളക് പൊടി. ഇതൊക്കെ നോക്കണം. ഇനി ഇത് ആയി കഴിഞ്ഞു. നമുക്കിതിലേക്ക് എടുത്തു വെച്ച ചിക്കൻ, ഒരു 3/4 കിലോയോളം ചിക്കൻ നന്നായിട്ട് കഴുകി റെഡിയാക്കിയിരിക്കുകയാണ്. അതൊന്ന് എടുത്തെടുത്തിട്ട് നമ്മൾ മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒക്കെ ഇട്ട് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. നമുക്കത് മൂടി വെച്ച് വേവിക്കാം. ഇവിടെ കുറച്ച് കശുവണ്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. അതും നമുക്കൊന്ന് വെള്ളത്തിൽ കുതിർത്തിട്ട് അരച്ചെടുക്കാം. നമുക്ക് തുറന്ന് നോക്കാം. ഇത് ഏകദേശം ആയി. നന്നായിട്ട് വേവണം, കുറച്ചും കൂടെ. വെന്തില്ല എന്ന് തോന്നുന്നു, കുക്കറിലൊന്നും ഇട്ടില്ലല്ലോ, ആയി വരണേ ഉള്ളൂ. നമുക്കിതിലേക്ക് മസാലപ്പൊടി, ഗരം മസാല, അതൊന്നും ഇട്ട് കൊടുക്കാം. നമ്മൾ മസാലപ്പൊടിയൊന്നും ഇട്ടിട്ടില്ലായിരുന്നു. അത് ഗരം മസാലയാണിത്. ഇത് ഞാനൊരു ടീസ്പൂൺ ഇട്ട് കൊടുക്കുകയാണ്. മതിയൊന്ന് നോക്കിയിട്ട് പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇടാം.
ഇതൊന്നും ഇടാതെ തന്നെ നല്ല മണം വരുന്നുണ്ട് ഇപ്പോൾ. കുറച്ച് ഏകദേശം ആയി തുടങ്ങിയിട്ടുണ്ട്. വെന്തു ഇത്. നമുക്കിനിയിപ്പം നമുക്ക് ഇത് ഏതൊരു മുതുക്ക് കോഴിയായിരുന്നു, വയസ്സായി വടി കുത്തി പിടിച്ചിട്ടിരിക്കുന്ന കോഴിയായിരുന്നു. അതാണ് ഇതിന് കല്ല് പോലെ ഇങ്ങനെ കുറേ നേരമായിട്ട് ഉപയോഗിക്കുകയാണ്. വെന്തെന്ന് പറഞ്ഞു വരുന്നു കഴിച്ച് നോക്കിയിട്ട്. പക്ഷേ ഇതെന്തോ ഒരു നമ്മൾ ഞെങ്ങുമ്പോൾ നിൽക്കുന്നില്ല. ഇനിയിപ്പം ഇതിലോട്ട് ഞാൻ ആ കശുവണ്ടി അരച്ചത് ഇതിലോട്ട് ഒഴിക്കുക. നന്നായിട്ട് അരച്ചൊന്നുമില്ല, നന്നായിട്ട് അരയ്ക്കാം. നല്ല ചൂടുവെള്ളത്തിലൊക്കെ ഇച്ചിരി കുതിർത്ത്, ഞാൻ അത്ര കുതിർക്കാനുള്ളൊരു ഇതില്ലാത്തതുകൊണ്ട് ഞാൻ കുതിർത്തൊന്നുമില്ല. ഈ വെളുത്ത് നിറത്തി കിടക്കുന്ന കശുവണ്ടിയാണ്, പേടിക്കേണ്ട. കണ്ടോ, ഇച്ചിരി വെള്ളം ഒഴിക്കല്ലേ, കശുവണ്ടിയല്ലേ, വലിയ വെള്ളമെടുപ്പുള്ള സാധനമല്ലേ, കളയണ്ട. അരപ്പൊട്ടും കളയാൻ പാടില്ല. അപ്പോൾ ഇത് ജാറ് കഴുകി അതുകൂടെ ഒഴിച്ചു. ഇനി നമുക്ക് ഒന്ന് തിളയ്ക്കുമ്പോൾ ഇറക്കി വയ്ക്കാം, ചെറുതായിട്ടൊന്ന് തിളയ്ക്കുമ്പോൾ. അപ്പോൾ ഇതിനിടയ്ക്ക് ഉപ്പൊക്കെ നോക്കണം, ഉപ്പുണ്ടോ, എന്താണ് ടേസ്റ്റ്, എരിവ് ഒക്കെ മതിയെന്നൊക്കെ നോക്കാം. ഓഫ് ചെയ്തു. ഇതിൽ കുറച്ച് മല്ലിയില ഇടും. മല്ലിയില ഇഷ്ടമുള്ളവരിട്ടാൽ മതി, ഇല്ലാത്തവരിടാം. പറയുള്ളൂ. അതീവ രുചികരമായ കാഷ്യൂ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാഷ്യൂ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. നമുക്ക് ഈസ്റ്ററിന് നല്ലൊരു പുതിയൊരു വിഭവമൊക്കെ ഉണ്ടാക്കാം. അപ്പത്തിൻ്റെ ഇവിടെയൊക്കെ നല്ലതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പെട്ടെന്ന് ഉണ്ടാക്കാവുന്നതാണ്, വളരെ ടേസ്റ്റും ഉള്ളതാണ്. എല്ലാവരും ട്രൈ ചെയ്യണം. എല്ലാവർക്കും ഈസ്റ്റർ ആശംസകൾ.